സോ ഹായ് ഗൈസ്. അപ്പോൾ ലാസ്റ്റ് ഒരു ടു ത്രീ ഡേയ്സ് മുമ്പ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് അബൌട്ട് സ്റ്റാർട്ടിങ് മൈ കോണ്ടൻറ് ക്രിയേഷൻ ജേർണി. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ വീഡിയോസൊന്നും എടുക്കാൻ സമയം കിട്ടിയില്ല. സോ ടുഡേ ഞാൻ വിചാരിച്ചൊരു കുഞ്ഞ് ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ചെയ്തിട്ട് ഒരു ഷോർട്ട് ഇടാമെന്നാണ് വിചാരിച്ചത്. ബട്ട് ഞാൻ പറഞ്ഞു വരുമ്പോഴത്തേക്കും ലൈക്ക് ഐ എം എ വെരി എന്താ പറയുക ഇങ്ങനെ എല്ലാവരും ചെയ്ത് സ്റ്റോറി പറയുന്നൊരു കൂട്ടത്തിലാണ്. സോ നോട്ട് എക്സാഗ്രേറ്റ് enlarge. അപ്പോൾ സ്റ്റോറി പറഞ്ഞു വന്നപ്പോഴത്തേക്കും ഷോർട്ടിൻ്റെ ലിമിറ്റ് വിച്ച് ഐ ഗസ് 3 minutes അതൊക്കെ എക്സീഡ് ചെയ്ത് പോയി കഴിഞ്ഞു. ഈ ഗെറ്റ് റെഡി ഇങ്ങനെ ഒരുങ്ങിയിരിക്കണതിൻ്റെ മെയിൻ റീസൺ അപ്പോൾ ആ ഷോർട്ട് എടുക്കൽ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ വന്ന് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇതോട്ടന്ന് ഒരു ലോങ് വീഡിയോ തന്നെ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളുടെ കോളേജിൽ ആനുവൽ സ്പോർട്സ് മീറ്റ് ആയിരുന്നു യെസ്റ്റർഡേ. ഇന്നും ഉണ്ട്, പക്ഷെ ഇന്ന് പ്രത്യേകിച്ച് ഇവൻ്റ് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇന്നലെ I was there for 800 meter, 400 meter and 4 into 100 meter relay. ഇത് 4 എണ്ണത്തിനും ഉണ്ടായിരുന്നു, സോറി 3 എണ്ണത്തിനും ഉണ്ടായിരുന്നു. സോ ലാസ്റ്റ് ഇയർ ഈ സെയിം ഐറ്റംസിന് തന്നെയാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, ഐ ഡോണ്ട് നോ വൈ ഐ എം ഗെറ്റിംഗ് നെർവസ്. മേ ബി അതിലേക്ക് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഐ ഡോണ്ട് തിങ്ക് ഐ എം എന്താ ഡൂയിങ് സോ മച്ച് എഡിറ്റ് ഓൺ ദിസ്. ഇങ്ങനെ തന്നെ അപ്ലോഡ് ചെയ്യാനായിരിക്കും സാധ്യത. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ഇയർ 800 മീറ്ററിന് സെക്കൻഡ് കിട്ടി ആൻഡ് ഐ ഫിനിഷ്ഡ് 400 മീറ്റർ ഇൻ 4th പൊസിഷൻ. പിന്നെ റിലേക്കൊന്നും കിട്ടിയില്ല. സോ ഇതെല്ലാം ഒറ്റ ദിവസം ഓടി തീർത്തു. ലൈക്ക് ഐ കംപ്ലീറ്റഡ് ഇറ്റ് ഓൾ 3. ഐ വാസ് വെരി ഹാപ്പി. കാരണം പോസ്റ്റ് കോവിഡിന് ശേഷം ആദ്യമായിട്ട് ഇങ്ങനെ ഒരു അത്ലറ്റിക് മീറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. സോ കംപ്ലീറ്റ് ചെയ്യാം, 3 എണ്ണം കംപ്ലീറ്റ് ചെയ്യാൻ വേണം 800 മീറ്ററിന് സെക്കൻഡ് കിട്ടാൻ. ഇറ്റ്സ് ലൈക്ക് എനിക്ക് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ബട്ട് ഓൾസോ ഐ വാസ് വെരി ഹാപ്പി അറ്റ് ദ മൊമെൻറ്റ്. ആൻഡ് അതേ കോൺഫിഡൻസിൽ, ലൈക്ക് കോൺഫിഡൻസിന് ഒരു കുറവില്ല, അതേ കോൺഫിഡൻസിൽ ഒരു പ്രാക്ടീസും ഇല്ലാണ്ട് ഈ വർഷം ഇറങ്ങി സെയിം 800 400 മീറ്റർ എന്നൊക്കെ പറഞ്ഞ്. സോ ഫസ്റ്റ് ഞങ്ങൾക്ക് മാർച്ച് പാസ്റ്റ് ഉണ്ടായിരുന്നു, ലൈക്ക് ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് മാർച്ച് പാസ്റ്റ് ഉണ്ടായിരുന്നു. സോ അത് കഴിഞ്ഞ് മാർച്ച് പാസ്റ്റ് നല്ല വെയിലുള്ള സമയത്തായിരുന്നു. അതും കഴിഞ്ഞ് അപ്പം എങ്ങനെ അത് ആ കോൺഫിഡൻസ് ലാസ്റ്റ് ഇയർ മാർച്ച് പാസ്റ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓടാൻ പോയത്. അപ്പം അങ്ങനെ നമ്മൾ വീണ്ടും 800 മീറ്റർ ഓടാൻ പോയിട്ട് ലൈക്ക് ഫൈനൽ ലാപ്പ് വരെ, ലൈക്ക് അതായത് ലാസ്റ്റ് റൗണ്ട് വരെ 4th റൗണ്ട് വരെ ഐ വാസ് ലൈക്ക് ഇൻ ദ 3rd. ബട്ട് ടുവാർഡ്സ് ദ ഫിനിഷിംഗ് ലൈൻ ഐ സ്റ്റാർട്ടഡ് വാക്കിംഗ്. കാരണം എനിക്ക് എൻ്റെ മൈൻഡിൽ പറയുന്നുണ്ട് ഓടുന്നു. ബട്ട് എന്താണ് ബോഡി റെസ്പോണ്ട് ചെയ്യണ്ടായില്ല. മൈ ലെഗ് സ്റ്റാർട്ടഡ് ഫീലിംഗ് നംബ്. ആൻഡ് അത് കഴിഞ്ഞ് പിന്നെ പിള്ളേരൊക്കെ ഓവർടേക്ക് ചെയ്ത് 2nd and 3rd ഒക്കെ അടിച്ച് ഓക്കെ വാട്ടവർ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ആ വാക്ക് ചെയ്ത് അങ്ങ് പോയായിരുന്നെങ്കിൽ എത്രയും ട്രബിൾ വരില്ലായിരുന്നു. ബട്ട് ഐ ജസ്റ്റ് എന്താ ഫിനിഷ് ചെയ്യണുണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. അപ്പോഴേക്കും എൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടി അടുത്ത് വന്ന് ഞാൻ ജസ്റ്റ് ഗ്രൗണ്ടിലങ്ങ് കിടന്നു പോയി കഴിഞ്ഞിട്ട് പിന്നെ എണീക്കാൻ പറ്റണില്ല. ലൈക്ക് അവർ പറയണം, ഞാൻ വെയിലത്തെ കിടക്കണം. അപ്പോൾ ഇവരെ ഇങ്ങനെ പറയണ്ട, ആ കുട്ടീൻ്റെ അടുത്ത് നിന്ന് ലൈക്ക് ഷാഡോ ഉള്ള വല്ല സ്ഥലത്ത് കൊണ്ടുപോയി കിടത്താനൊക്കെ പറയണ കേൾക്കുന്നുണ്ട്. വെള്ളം കൊടുക്കരുത്, ഇപ്പോൾ വെള്ളം കൊടുക്കണം ഒക്കെ പറയണ കേൾക്കാം. ബട്ട് എന്താ നേരെ എൻ്റെ ബോഡി അതിനോടൊന്നും റെസ്പോണ്ട് ചെയ്യണ്ടായില്ല. ഇങ്ങനെ കണ്ണ് തുറക്കാനേ പറ്റണ്ടായില്ല. അപ്പോൾ ദേ ഗോട്ട് സോ ടെൻസ്ഡ്. കാരണം ഞാൻ ഓക്കെ ആവുമെന്ന് എനിക്കറിയാം. കാരണം ഇവർ പറയണൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. എന്തായാലും ചത്തുപോയിട്ടില്ല, പറയണൊക്കെ എനിക്ക് കേൾക്കാം. ആൻഡ് എന്താ പറയുക, പക്ഷെ എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവർ കുറേ ടെൻഷനായി. അത് കഴിഞ്ഞ് പിന്നെ ഹോസ്പിറ്റലിൽ വേഗം ആംബുലൻസ് അവർ പറയുന്നത് ഭയങ്കര സ്പീഡ് വന്ന് വളച്ച് നിർത്തി. ഒരു സിനിമാറ്റിക് സംഭവം പോലെയായിരുന്നു, സിനിമയിലൊക്കെ കാണുന്ന പോലെ. ആൻഡ് എന്നെ ആദ്യം അവരെല്ലാവരും കൂടി എടുക്കാൻ നോക്കി, പക്ഷെ പറ്റണ്ടായില്ല. ദെൻ അത്ര വെയിറ്റ് ഉള്ള പറഞ്ഞല്ല, ബട്ട് എന്തോ അതായത് പിന്നെ ഒരു സാറ് വന്ന് ഒറ്റയ്ക്ക് എടുത്ത് കൊണ്ടുപോയി ആംബുലൻസിൽ കയറ്റി. ആൻഡ് എൻ്റെ 2 ഫ്രണ്ട്സ് കൂടെ വന്നു. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്. ഓക്കെ, അപ്പോൾ ഇവർ 2 പേരും കൂടെ വന്നു. പിന്നെ ഒരു ടീച്ചറും അക്കമ്പനി ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇവർ 3 പേരും ഞങ്ങൾ ആംബുലൻസിൽ ഹോസ്പിറ്റലിൽ പോയി. സോ ആ ടൈമിൽ എൻ്റെ സോഡിയം പൊട്ടാസ്യം ലെവൽ കുറവായിരുന്നു. സോ അതൊരു ബോട്ടിൽ ട്രിപ്പിട്ട് കയറ്റി കഴിയുമ്പോഴത്തേക്കും ഓക്കെ. പിന്നെ ഇവരെനിക്ക് വെള്ളം തന്നില്ല. കാരണം മൈ മൗത്ത് വാസ് ലൈക്ക് ഡ്രൈ. അപ്പം അത്രയും ഡ്രൈ ആയിരുന്നു. എനിക്ക് എങ്ങനെയും വെള്ളം കുടിച്ചാൽ മതി, പക്ഷേ എനിക്ക് വെള്ളം തന്നില്ല. എന്നാൽ ഡോക്ടർ പറഞ്ഞു ബോട്ടിൽ പകുതി ആകുമ്പോഴേക്കും വെള്ളം തരാൻ പറഞ്ഞു.
ഞാനാണെങ്കിൽ ഇത് പകുതി ആവണം നോക്കിയും കിടക്കുക. അത് എന്തായാലും പകുതി ആവണില്ല, കുറേ നേരമായി. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ലൈം വാട്ടർ സാൾട്ട് ഇട്ട് തന്നു, അതും കുടിച്ചു. ലൈക്ക് ഫസ്റ്റ് ടൈം എവർ ഇൻ മൈ ലൈഫാണ് ആംബുലൻസിൽ കയറി. ലൈക്ക് ഐ നെവർ തോട്ട് ഞാൻ ആംബുലൻസിലൊന്നും കയറേണ്ട വരുമെന്ന്. ആംബുലൻസിൽ കയറി. പിന്നെ ഹോസ്പിറ്റൽ ട്രിപ്പൊക്കെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ. ആകെ ഒരു ഫസ്റ്റ് ടൈമിൽ കൈക്കെന്തോ ഇഞ്ചുറി വന്നപ്പോൾ ഒരു സർജറി ചെയ്തു. അതർ ദാൻ ദാറ്റ് ഇങ്ങനെ ഭയങ്കര ക്രിട്ടിക്കലായിട്ടോ അല്ലെങ്കിൽ പെട്ടെന്നൊരു സഡൻ സംഭവം വന്നിട്ട് എന്നെ കൊണ്ടുപോകേണ്ട. ഞാൻ ഓടിയിട്ട് വീണിട്ടുമില്ല അങ്ങനെ. കാരണം 800 മീറ്റർ ഒക്കെ ഓടിയിട്ട് വളരെ കൂളായിട്ട് എണീറ്റ് പോകുന്ന ഒരാളായിരുന്നു. പക്ഷെ എന്തോ ആണോ അത്രയും ഓവർ കോൺഫിഡൻസിൽ പോയതുകൊണ്ടാണ് തോന്നുന്നു. ആൻഡ് ദെൻ പപ്പ വന്നു. അപ്പോൾ ഒരു 2 hours ലേറ്റർ പപ്പ വന്നു എന്നെ പിക്ക് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോയി. പിന്നെ ബാഗ്, ഫോൺ, ആ വക സാധനങ്ങളൊക്കെ കോളേജിലായതുകൊണ്ട് ഞങ്ങൾ കോളേജിൽ പോയിട്ട് അതും കളക്ട് ചെയ്ത് വീട്ടിൽ പോയി കിടന്നു. ആൻഡ് വീട്ടിൽ ചെന്ന് ഞാൻ അപ്പം തന്നെ ഫ്രണ്ട്സിനെ വീഡിയോ കോൾ ചെയ്തു. എൻ്റെ ഫ്രണ്ട്സിന് വേറെ ഇവൻറ്റ്സ് ഉണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ആൻഡ് യാ അങ്ങനെ കോളൊക്കെ ചെയ്ത് പിന്നെ കുറച്ച് നേരം ഉറങ്ങി. പിന്നെ ഫുൾ ടൈം ഉറക്കമായിരുന്നു. ഇപ്പോൾ തന്നെ ഐ ഹാവ് കോൾഡ് ഉണ്ട്, ഫീവർ ഉണ്ട്, നല്ല ബോഡി പെയിനും ഉണ്ട്, പിന്നെ മൺഡേ ത്രോ ബോളും ഉണ്ട്. ഇതെല്ലാം ചെയ്യണം. പിന്നെ സാറ്റർഡേ സൺഡേ വെറുതെ ഇരിക്കുകയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഐ തോട്ട് അന്ന് ഈ സ്റ്റോറി അങ്ങ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിൽ നിന്ന് പഠിച്ച ലെസൺ എന്താണെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ലെസണൊന്നുമില്ല. ബട്ട് എന്നേക്കാൾ കൂടുതൽ ടെൻഷൻ അടിച്ചത് എൻ്റെ ഫ്രണ്ട്സൊക്കെയാണ്. മീൻസ് ലൈക്ക് ദർ ആർ സം പീപ്പിൾ ഹു ഓൾവേസ് ലുക്ക് ഫോർ യു, ഹു ഓൾവേസ് ഹാവ് യുവർ ബാക്ക്. പിന്നെ എന്താ പറയുക, എന്ത് കാര്യവും നിങ്ങൾക്ക് ബെറ്ററായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറേ എഫേർട്ട് എടുത്താൽ ഗെറ്റ് ദ റിസൾട്ട്. അത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തുകൂടാ. പിന്നെ ഡോണ്ട് സ്കിപ്പ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്. ഞാനൊന്ന് വളരെ കുറച്ച് ലൈറ്റായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് വെച്ചിട്ട് പോയി. സോ ഡോണ്ട് സ്കിപ്പ് മാത്രമല്ല, ഈറ്റ് ആസ് മച്ച് ആസ് യു ക്യാൻ ഇൻ ദ മോർണിംഗ്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ വേറെ സ്റ്റോറി ഒന്നുമില്ല. ഐ വാസ് ഒരു ഫോട്ടോസൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീട്ടിൽ വന്നിരുന്ന് വീഡിയോ എടുക്കുന്നത്. ഐ മീൻ ഇങ്ങനെ ഒരുങ്ങിക്കിട്ടിരിക്കുന്നത്. സോ അതെടുക്കണം. അത് കഴിഞ്ഞിട്ട് ഐ വിൽ പോസ്റ്റ് ഇറ്റ് ഹിയർ ആൻഡ് ഓൾസോ ഓൺ മൈ ഇൻസ്റ്റ. ബട്ട് ദാറ്റ്സ് ഓൾ.